എൻ്റെ ഒ.പിയിൽ ഞാൻ ഏറ്റവും കൂടുതലായി അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ എനിക്ക് പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ടോ? എന്താണ് ഈ പോളിസിസ്റ്റിക് ഓവറീസ് അഥവാ PCOS? പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഒരു ഹോർമോൺ വ്യതിയാനം കാരണം അണ്ഡാശയത്തിലുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇത് 3 ക്രൈറ്റീരിയ വെച്ചാണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. ആദ്യത്തെ ക്രൈറ്റീരിയ ആർത്തവത്തിലുള്ള വ്യതിയാനങ്ങൾ. 2 ആൻഡ്രജൻ എക്സസ് അഥവാ ശരീരത്തിൽ പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുതലായി കാണപ്പെടുന്ന അവസ്ഥ. 3 അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഓവറീസിൽ അഥവാ അണ്ഡാശയത്തിൽ കുമിളകളായി സിസ്റ്റുകൾ കാണപ്പെടുന്ന അവസ്ഥ. ഇതിൽ ഏതെങ്കിലും 2 ക്രൈറ്റീരിയ പോസിറ്റീവ് ആയാൽ നമ്മൾ പേഷ്യന്റിനെ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ളതായി ഡയഗ്നോസ് ചെയ്യുന്നു. രോഗലക്ഷണങ്ങൾ: 1 ക്രമം തെറ്റിയുള്ള ആർത്തവം നീണ്ടുപോകുന്ന അവസ്ഥ അല്ലെങ്കിൽ വരാതിരിക്കുന്ന അവസ്ഥ. 2 മുഖക്കുരുവുണ്ടാവുക. 3 അമിതമായ ശരീരത്തിലും മുഖത്തുമുള്ള രോമ വളർച്ച. 4 അമിതമായ ശരീരഭാരം കൂടുന്ന അവസ്ഥ. 5 പ്രഗ്നൻസി നീണ്ടുപോകുന്ന അവസ്ഥ. 6 കഴുത്തിലും ഗുഹ്യഭാഗത്തുമായി കറുപ്പ് വീഴുന്ന അവസ്ഥ. 7 തലയിൽ മുടികൊഴിച്ചിലുണ്ടാവുക. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നത് രക്തത്തിലെ ഹോർമോണിന്റെ അളവ് പരിശോധനയിലൂടെയും സ്കാനിംഗ് വഴിയുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. PCOS എന്തുകൊണ്ട് വരുന്നു? 50% ഇത് ജനിതകമായ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. ബാക്കി 50% നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ടാണ് ഇത് വരുന്നത്. രോഗലക്ഷണങ്ങളും രോഗിയുടെ ആവശ്യകതയും അനുസരിച്ചാണ് ഇതിന്റെ ചികിത്സാ രീതികൾ. ഹെൽത്തി ഡയറ്റ് ആൻഡ് റെഗുലർ എക്സസൈസ്, മെൻസ്ട്രുവൽ കാലണ്ടർ കീപ്പ് ചെയ്യുക എന്നിവ ഇതിൽ പ്രധാനമായി വരുന്നു. For further queries, you can visit me at Joseph Kisais Polyclinic, Al Kisais. Thank you.